മനോഹരമായ സ്വരമാധുര്യം കൊണ്ട് ആസ്വാദകരുടെ പ്രിയം നേടിയ ഗായകനാണ് MG ശ്രീകുമാർ. കുരുന്നു ഗായകർ അണിനിരക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ വിധികർത്താക്കളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. പലപ്പോഴും അതിഗംഭീരമായ ആലാപന മാധുര്യം കൊണ്ട് MG ശ്രീകുമാർ ടോപ്പ് സിംഗർ വേദിയെയും സംഗീത സാന്ദ്രമാക്കിയിരുന്നു. എന്നാൽ പുതിയ സീസണിൽ നിന്നും MG ശ്രീകുമാർ ഒഴിവാകുകയായിരുന്നു. ഇനി മുതൽ ടോപ്പ് സിംഗറിൽ താൻ ഉണ്ടാകില്ല എന്നും എന്നാൽ ചാനൽ വിളിച്ചാൽ തിരികെ പോകുമെന്നും ഒരു ഓൺലൈൻ മീഡിയയോട് MG ശ്രീകുമാർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അമൃത TVയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് MG ശ്രീകുമാർ സർ. സ്വാമി ശരണം. ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം ആരംഭിക്കുന്നു. അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതശുദ്ധിയോടുകൂടി 41 ദിവസം അതിന് തുളസിമാല അണിയുന്ന ദിവസമാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അമൃത TVയിലാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് അമൃത TVയുടെ കിഡിലൻ കണ്ടസ്റ്റൻസ് ആണ്. അവർ ഊക്കരനായിട്ട് പാടും, നിങ്ങളൊക്കെ കാണുന്നതാണ്. പക്ഷേ ഞാൻ മറ്റൊരു ചാനലിൽ നിന്നും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. കാരണം എനിക്ക് ഇവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു, അത് കേൾക്കാനും പിന്നെ ഇവിടെ ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട്, അതൊക്കെ കാണാനും വേണ്ടി വന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഗണേഷ് ശ്രീലകം, ഹായ് സർ. സ്വാമി ശരണം, സ്വാമി ശരണം. പ്രത്യേകിച്ച് ഞാൻ വന്നത് അതിനാണ്. എൻ്റെ അവർ നിൽക്കുന്നുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ സാധനവും ഇവിടെ കൂടെ അടിക്കുന്നുണ്ട്. ഇപ്പം നിർത്തിക്കളഞ്ഞവർ. പൂക്കുറ്റി, ഒരു പൂക്കുറ്റിയും കൂടെ അടിക്കുമോ പ്ലീസ്? ഒരു പൂക്കുറ്റി അടിച്ചു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ ഐറ്റം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതേ ആടിപ്പൂക്കുറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ലൈവ് വന്നത് നമ്മുടെ ശബരിമല ധർമ്മശാസ്താവ്. തീർച്ചയായിട്ടും ആ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അത് ഏത് മതവിശ്വാസികൾക്കും അവിടെ പോകാം, തൊഴാം എന്ന് വേണ്ട. നമുക്കെല്ലാം നമ്മുടെ സങ്കടങ്ങളെല്ലാം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷാൽ തത്വമസി എന്ന് പറയും. നീ ഞാനാണ്, ഞാൻ നീയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ ശക്തിയാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ ശക്തി തന്നെയാണ് സ്വാമി അയ്യപ്പൻ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, ഞാൻ ദേവപമ്പ എന്ന് പറഞ്ഞൊരു ആൽബം ഇറക്കിയിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ ഇന്ന് ദേവപമ്പ എന്നൊരു ആൽബം ഞാൻ മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തു. അത് നിങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ട്രെൻഡിങ്ങിലെ 8ാമത്തെ പൊസിഷനോ 8ാമത്തെ പൊസിഷനായി എന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, അപ്പോൾ അറിഞ്ഞു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അത് ആ പാട്ട് കേൾക്കാത്തവർ തീർച്ചയായിട്ടും എൻ്റെ MG ശ്രീകുമാർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്, അവിടെ വന്നത് കേൾക്കണം. നല്ലൊരു പാട്ടാണ്. രാജീവ് അഞ്ചലും ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെയാണ് പണ്ടത്തെ പോലെ സംഗീതവും അതുപോലെ തന്നെ ആലാപനവും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടിവാ. ഇന്ന് ആ പാട്ടല്ല പാടേണ്ടത്. ഇന്ന് പാടേണ്ടത് സ്വാമിയെക്കുറിച്ചുള്ള പാട്ടാണ്. വേദപമ്പയോ മനിച്ച സ്വാമിയയ്യനെ സ്വരവേരുണങ്ങിടാതെ എന്നെ കാത്തിടേണമേ. സ്വാമി ശരണം. ഞാനൊരു കുട്ടിക്കാലത്ത് ഒരു 20 മല വരെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഹരിവരാസനം അവാർഡ്, അതൊരു മഹാഭാഗ്യമാണ്, ഹരിവരാസന അവാർഡ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഹരിവരാസന അവാർഡ് കിട്ടിയപ്പം എനിക്ക് അവിടെ പോകേണ്ടി വന്നു. അങ്ങനെ ഞാനവിടെ പോയി. അപ്പോൾ അയ്യപ്പനെ കാണുക എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമാണ്. കാരണം
നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് മല ചവിട്ടി അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു ദർശനത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് നമുക്ക് ആ ദർശനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഹാഭാഗ്യം അല്ലെ ഒരു മഹാപുണ്യം നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികൾക്കും സ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദപമ്പ കേട്ട് എന്നെ അനുഗ്രഹിച്ച എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും നന്ദി പറയുന്നു. ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.